കുറച്ചുറങ്ങുക, കൂടുതൽ സ്വപ്നം കാണും, വലിയ വലിയ വിജയങ്ങൾ നേടാൻ കഴിയട്ടെ. അതുകൊണ്ട് എത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് തൻ്റെ കയ്യിലുണ്ടെന്നുള്ളതല്ല, ക്യാപിറ്റൽ എന്നതല്ല, മറിച്ച് ക്യാപിറ്റൽ കയ്യിലെത്ര പൈസ ഉണ്ടായിട്ടും ആത്മവിശ്വാസവും പിന്നെ സ്വപ്നങ്ങളുമില്ല എങ്കിൽ, കോൺഫിഡൻസും ഇല്ല എങ്കിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണെന്ന് എൻ്റെ ബോധ്യം. എൻ്റെ ബോധ്യം ഈ വലിയ സദസ്സിന് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നു. തിരുവനന്തപുരത്തിന് വലിയ പൊട്ടൻഷ്യലുണ്ട്. ആ പൊട്ടൻഷ്യൽ എല്ലാം നമുക്ക് ആദിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഞങ്ങളിപ്പോൾ ഒപ്പോസിഷനിലാണ്. ഭരണം മാറുകയും വരികയും പോവുകയും, ഇരിക്കുന്നവർ, കാറിൽ സഞ്ചരിക്കുന്നവർ ഒക്കെ, കൊടിവെച്ച കാറിൽ സഞ്ചരിക്കുന്നവർ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത്, മുന്നോട്ടാണ് പോകേണ്ടത്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങളുണ്ട്, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലായിരുന്നു പ്രധാനമായും ഞങ്ങൾ ഊന്നിയത്. വിഴിഞ്ഞത്തെ സെൻട്രിക് ആയിക്കൊണ്ടുള്ള വലിയൊരു വികസന സാധ്യത തിരുവനന്തപുരത്തിൻ്റെ ഫേസ് ലിഫ്റ്റിംഗ് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ കണ്ടിരുന്നു. അതിന് കൃത്യമായൊരു ബ്ലൂ പ്രിൻ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയത്. വിഴിഞ്ഞം റിംഗ് റോഡ് ഉൾപ്പെടെ വരുമ്പോഴുണ്ടാകുന്ന വലിയൊരു നിക്ഷേപ സൗഹൃദ ഇടമാക്കി, ഒരു നല്ല ഇക്കോസിസ്റ്റമാക്കി തിരുവനന്തപുരം ജില്ലയെയും കൊല്ലം ജില്ലയുടെ തന്നെ അടുത്തേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും എത്താൻ കഴിയുന്നൊരു ബ്ലൂ പ്രിൻ്റുമായിട്ടായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ ഭരണമാറ്റം ഉണ്ടായി. തീർച്ചയായും പുതിയ ഗവൺമെൻറ് ആ ദിശയിലേക്ക് പോകണം. ഞങ്ങൾ തുടങ്ങി വെച്ചതും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയതും എനിക്ക് ഓർമ്മയുണ്ട്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം അഭിമുഖീകരിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾ അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം പ്രോജക്റ്റ് ഉപേക്ഷിക്കുമോ, അതേ മുമ്പോട്ട് കൊണ്ടുപോകുമോ എന്നതായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ കരാറിലുൾപ്പെടെ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. അന്ന് ഇലക്ഷൻ നടന്നില്ല, ഇലക്ഷന് മുമ്പാണ്. അന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, ഗവൺമെൻറ് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ അതിൽ ചില ഡിസഗ്രിമെൻറ്റ്സ് ഞങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളതിൽ നിന്ന് പുറകോട്ട് പോകില്ല. പോയാൽ സംഭവിക്കുന്നത് വേറൊന്നുമല്ല, ഇനി വരുന്ന നിക്ഷേപകരൊന്നും തന്നെ ഇവിടെ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ്റുകൾ വരും, അതുകൊണ്ട് ആ പേടിയിൽ പിന്നെ നിക്ഷേപിക്കാൻ വരില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഡിസഗ്രിമെൻ്റ് എല്ലാം അവിടെയുണ്ട്, പക്ഷേ പ്രൊജക്റ്റായി മുമ്പോട്ട് കൊണ്ടുപോകും എന്നതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ മേഖലയിലും തുടങ്ങിവെച്ച കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയ കാര്യങ്ങളും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഗവൺമെൻറ് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പ്രൊഡക്റ്റീവായി നമ്മളുണ്ടാകും. അത് തലസ്ഥാനത്തിൻ്റെ പൊതുവികസനമായാലും എല്ലാ കാര്യത്തിലായാലും നമ്മുടെ കണക്ടിവിറ്റി വർദ്ധിക്കണം. ഇവിടെ നിക്ഷേപ സൗഹൃദമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് വലിയ ചലഞ്ചുകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ചും ഒന്നാമത്തെ ചലഞ്ച് ഡെൻസിറ്റിയാണ്. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരുപാട് സാധ്യതകളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തുറമുഖമാണ്, മറ്റൊന്ന് തീരദേശമാണ്. എല്ലാ മേഖലയിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി മുതൽ സർവീസ് മേഖലയാകട്ടെ, ലോജിസ്റ്റിക്സ് ആകട്ടെ, എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടേതായ സാധ്യതകളുമുണ്ട്. ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താൻ, ടാപ്പ് ചെയ്യാൻ കഴിയുന്ന വിധം മുൻപോട്ട് പോകാൻ ആ ഗവൺമെൻറ്റും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും ഞങ്ങളും അക്കാര്യത്തിലുണ്ടാകും. പുതിയ വലിയ സംരംഭകരുണ്ടാകണം. ഇവിടെയുള്ള വലിയ സ്വപ്നം കാണുന്ന, നല്ല ആത്മവിശ്വാസമുള്ള നിങ്ങളിലൂടെ ഈ നാട് നാളെ ലോകമാകെ അറിയപ്പെടട്ടെ. നിങ്ങളിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ പുതിയ തലമുറയ്ക്ക് ഈ നാട്ടിൽ കൊടുക്കാൻ കഴിയട്ടെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തിരുവനന്തപുരം നഗരം അത് സിറ്റി ഓഫ് ഫ്യൂച്ചർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൻ്റെ തന്നെ വികസനത്തിൻ്റെ ഒരു ജാലകമാക്കി വീണ്ടും വികസിപ്പിക്കാൻ തിരുവനന്തപുരത്തിന് കഴിയും. നിങ്ങളുടെ എല്ലാം വലിയ സംഭാവനകൾ അതിലുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.